പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കട്ട് വർക്ക് സാരീസാണ്. അതിൽ കുറച്ചും കൂടെ ഡിഫറൻ്റായിട്ട് ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയൊരു മോഡൽ ഇങ്ങനെയാണ്. ടെസറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒതുങ്ങിക്കിടക്കുന്ന ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയൽ. അതുപോലെ ഇതിലിങ്ങനെ കട്ട് വർക്ക് ഫുള്ളായിട്ടും പല്ലുവിലിങ്ങനെ വരുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ഉണ്ടോ, പ്ലേറ്റ്സിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്. അത് ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കൊന്ന് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. റേറ്റ് വരുന്നത് 2259 ഇത് വരുന്നത്. ഇതിൻ്റെ തന്നെ സെയിം കളറ്, ഇതൊരു ഒണിയൻ പിങ്കിൻ്റെയൊക്കെ ഡാർക്ക് ഷെയ്ഡായിട്ട് വരും കേട്ടോ. ഇതിൻ്റെ തന്നെ സെയിം കളറാണിത്. ഇതിൽ വന്നിരിക്കുന്ന ആ കട്ട് വർക്കിൽ എംബ്രോയ്ഡറി വർക്കും സ്വല്പം ഡിഫറൻസ്. റേറ്റ് എല്ലാം സെയിം തന്നെ, 2259 തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ വിടർത്തുന്നില്ല കേട്ടോ. സാരി ഒരെണ്ണം വിടർത്തി കാണിച്ചു, വെയർ ചെയ്ത് കാണിച്ചു. ഇത് പിങ്ക് കളറിൽ മാത്രം മാറ്റമുള്ളൂ. അതുപോലെ ഡിസൈനുകളെല്ലാം സെയിം ആണ്. റേറ്റ് 2259 വന്നിരിക്കുന്നത്. നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പേസ്റ്റ് കളേഴ്സ് ഉണ്ട്. ഒത്തിരി ഡാർക്ക് കളർന്ന് പറയാനൊന്നുമില്ല. ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിൽ തന്നെയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്, ഞങ്ങൾ ആ കവറിനകത്ത് വെച്ചാണത് ഫോട്ടോ അയക്കുന്നത്. അപ്പോൾ ഒരു സംശയം ഇത് തന്നെയാണോ? അതുകൊണ്ട് ഞാനത് ഒന്നോട്ട് പറയുക കേട്ടോ. അന്ന് ആ അഡ്രസ്സും അതുപോലെ ട്രാക്കിംഗ് ഐഡിയും വ്യക്തമായി കാണിക്കാനാണ് ഞങ്ങളത് ആ ഫോട്ടോ അയക്കുന്നത്. അന്നേരം ഈ പ്രൊഡക്റ്റിൻ്റെ നമ്മളത്ര ക്ലിയർ ആയിട്ട് ആ കവറിനകത്ത് ഇരിക്കുമ്പോൾ അത്ര കാണാൻ പറ്റുന്നില്ലായിരിക്കും. അതുകൊണ്ടാട്ടോ ആ മാറ്റം വരുന്നതും. ഇത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ സെയിം തന്നെ. അതിലൊരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും ഉണ്ട്. ഇതിൻ്റെ തന്നെ ഗോൾഡൻ യെല്ലോ ഡിസൈനിൽ സ്വല്പം മാറ്റം. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. 2259 ഇത് വന്നിരിക്കുന്നതും. ഇതിൽ കുറച്ചുകൂടെ ചെറിയ ബോർഡറായിട്ട് ചെറിയ ഡിസൈനുമായിട്ട് വന്നിരിക്കുന്നു. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്ന ഷെയ്ഡ്. എല്ലാ കളറുകളും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ബ്ലൂവിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കളറ് ഡിഫറൻസ് വരുന്നുണ്ടോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും ബ്ലൂവിന് അങ്ങനെ ചില കളേഴ്സിനൊക്കെ ആയിട്ടോ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുക. റേറ്റ് എല്ലാം സെയിം തന്നെ, 2259 ഷെയ്ഡ്. ഡിസൈനുകൾ എല്ലാം സെയിം, കളറിൽ മാത്രം മാറ്റമുള്ളൂ. എല്ലാം റേറ്റ് 2259. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. പീച്ച് ഷെയ്ഡ്. അപ്പോൾ ഞാൻ കുറേ കളേഴ്സ് പീച്ച് ഷെയ്ഡൊക്കെ ഇതുണ്ടോ, എല്ലാം വർക്കൊന്നു തന്നെ. അപ്പോൾ ഇതിലേതാ വേണ്ടതെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.